ഈ വീഡിയോ കാണുന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ വർക്കിംഗ് വുമൺ ആയിരിക്കാം, നിങ്ങൾ ഹൗസ് വൈഫ് ആയിരിക്കാം, നിങ്ങൾ ഇപ്പം ജോലിയിൽ നിന്ന് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് നിൽക്കുകയായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ വീട്ടില് മൊത്തം എത്ര വരുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾക്ക് വീട്ടില് മൊത്തം എത്ര ചിലവുകൾ വരാറുണ്ടെന്ന് അറിയാവോ? നിങ്ങളുടെ വീട്ടിലെ എല്ലാ EMI കൂടെ എത്ര രൂപയാകുമെന്ന് അറിയാവോ? നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇൻഷുറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാവോ? എവിടെയൊക്കെ സേവിങ്സ് ഉണ്ടെന്ന് അറിയാവോ? ഇതിൽ ഏതിനെങ്കിലുമൊക്കെ ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. നമ്മളിൽ പല സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ചെറുപ്പം മുതൽ നമ്മളോട് വീട്ടിൽ നിന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കണം, നല്ല കുടുംബിനി ആയിരിക്കണം, നല്ല വീട്ടിലെ മരുമകളായിരിക്കണം, നല്ല അമ്മയായിരിക്കണം. പക്ഷേ ഒരു വട്ടം പോലും പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കണം എന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല, അല്ലേ? ബഡ്ജറ്റ്, ഇൻഷുറൻസ്, ഇൻഫ്ലേഷന്, EMI, ഈ വാക്കുകളൊക്കെ നമ്മൾ പേടിക്കേണ്ട വാക്കുകളൊന്നും അല്ല. ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇതൊന്നും സംസാരിക്കാൻ പോലും നമ്മളിൽ പലർക്കും കോൺഫിഡൻസ് ഇല്ല. ചിലപ്പോൾ നമ്മളിൽ പലരും ഈ കാണുന്ന പലരും സമ്പാദിക്കുന്നവരായിരിക്കാം സ്വന്തമായിട്ട്. എന്നാൽ പോലും ഒരു ചിട്ടി എന്താണെന്ന് പോലും അറിയണമെന്ന് നിർബന്ധമില്ല, അല്ലേ? എല്ലാം എന്റെ ഭർത്താവിനറിയാം, എന്റെ ഭർത്താവ് നോക്കിക്കോളും എന്നൊരു കോൺഫിഡൻസ് ജീവിക്കുന്ന സ്ത്രീകളായിരിക്കും ഭൂരിഭാഗം ഉള്ളവരും. നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ധാരണയാണ്, പണം സമ്പാദിക്കുന്നത് ആരാണോ അവരാണ് ഫിനാൻസ് നോക്കേണ്ട ഉത്തരവാദിത്തമുള്ളവര്. ഇപ്പം മിക്ക കുടുംബങ്ങളിലും പുരുഷന്മാരായിരിക്കും സമ്പാദിക്കുന്നവര് പണ്ട് തൊട്ടേ. അപ്പൊ പുരുഷന്മാരുടെ ഉത്തരവാദിത്വമാണ് വീട്ടിലെ ഫിനാൻസ് പരമായ കാര്യങ്ങളെല്ലാം നോക്കുക എന്നുള്ളത്. അത് സൊസൈറ്റി ആയിട്ട് അടിച്ചേൽപ്പിച്ചു വെച്ചേക്കുന്ന ഒരു ചട്ടമാണ്. അതുകൊണ്ടാണ് പല സ്ത്രീകളും എന്ത് ചോദിച്ചാലും അദ്ദേഹം പറയും, ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം, ഞാൻ ഹൗസ് വൈഫ് അല്ലേ, എനിക്ക് ഫിനാൻസിന്റെ കാര്യങ്ങൾ അറിയില്ല, ചേട്ടൻ അതൊക്കെ ചെയ്യുന്നത്, ചേട്ടൻ വരട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം, ഈ ഹൗസ് വൈഫ് എന്ന് വെച്ചാൽ എന്താ? വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്ന ആളെന്നാണോ അർത്ഥം? അല്ല. ശമ്പളമില്ലാത്ത ജോലി ചെയ്യുന്ന വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആള്, അതാണ് ശരിക്കും ഹൗസ് വൈഫ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അറിയാവുന്ന ഒരു ഹൗസ് വൈഫിന് വീട്ടിലേക്ക് വരുന്ന പണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമുള്ളൊരു കാര്യമല്ലേ? ഇനി എന്താ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ വിശ്വസിക്കാതിരിക്കുക, ഭർത്താവ് അറിയാതെ പണം ഒളിപ്പിച്ചു വെക്കുക, അങ്ങനെയൊന്നും അല്ല. നമ്മൾ ജീവിക്കുന്ന വീട്ടിലെ സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കാൻ കഴിയുക, അതാണ് ശരിക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ഒരാളെന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ആരും കബളിപ്പിക്കാൻ വരില്ല. അല്ലെങ്കിൽ നിനക്ക് ഇതൊന്നും അറിയത്തില്ല, നീ ഇപ്പൊ ഇത് കേൾക്കണ്ട, നീ പോയേ, ഇങ്ങനൊന്നും ആരും നമ്മളോട് പറയത്തുമില്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടാൻ തുടങ്ങിയപ്പോ തൊട്ട് എന്റെ ഒന്നാമത്തെ വീഡിയോ മുതല് അതിന്റെ കമന്റ് സെക്ഷനിലും എന്റെ വാട്സാപ്പ് മെസ്സേജുകളിലും ഒക്കെ വരുന്ന സ്ഥിരം കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പല വേർഡ്സും എനിക്ക് അറിയില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ ചിട്ടി എന്താന്ന് പോലും എനിക്ക് അറിയില്ല, അതേപോലെ ഇത് ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്കറിയില്ല, ചിലരുണ്ട് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ ഹസ്ബൻഡിന് അത് ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്, പൈസ പോവോ, ഇതൊക്കെ എന്താ സംഭവം, ഇങ്ങനൊക്കെ അന്വേഷിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. പല സ്ത്രീകളും സ്റ്റോക്ക് മാർക്കറ്റിനെ പേടിക്കുന്നത് ചാർട്ട് കണ്ടിട്ടൊന്നും അല്ല, ഫിനാൻസ് എന്ന വാക്കിനെയാണ് പേടിക്കുന്നത്. അതായത് ഒറ്റയ്ക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് പോലും കൈകാര്യം ചെയ്യാൻ ഉള്ള പേടിയാണ് അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും അകന്നു നിൽക്കാൻ കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാങ്കിനെ പേടി, ബാങ്കിൽ പോലും ഒറ്റയ്ക്ക് പോകാൻ അറിയാൻ മേലാന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട്. വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെ ഓർത്ത് പേടി, ഇൻവെസ്റ്റ്മെന്റുകളെ ഓർത്ത് പേടി, EMI ഓർത്ത് പേടി. അങ്ങനെ പേടിച്ചോണ്ടേ ഇരിക്കാനാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നും നിങ്ങളുടെ അകലത്ത് തന്നെ ആയിരിക്കും. ഈ ഷെയർ വാങ്ങിക്കാനും അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കി കോടീശ്വരരാകാനും ഒന്നും വേണ്ടി അല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മള്. ശരിക്കും നമ്മുടെ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു, പണം എങ്ങനെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിന് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം തന്നെയാണ്. എന്റെ ഉദ്ദേശം ഈ വീഡിയോ കണ്ട ഉടനെ കുറച്ച് സ്ത്രീകളെ ഉദ്ബോധിപ്പിക്കുക, അവരെ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിപ്പിക്കുക, അങ്ങനത്തെ ഒരു കാര്യമേ അല്ല. പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പം, അല്ലെങ്കിൽ ഫിനാൻസ് എന്ന വാക്ക് കേൾക്കുമ്പം, ഇതുമായി ബന്ധപ്പെട്ട മറ്റു വാക്കുകൾ കേൾക്കുമ്പം ദയവ് ചെയ്ത് പേടിക്കുന്നത് നിർത്തുക. കാരണം നിങ്ങൾ ഓരോ ദിവസവും ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ്, അല്ലെ? നിങ്ങൾ ഓരോ രൂപയും പിശുക്കി ചെലവാക്കുന്നത് പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇനി നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ കുറിച്ച് ഓർക്കുന്നത് പോലും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്.
അപ്പൊ പിന്നെ ആ പൈസ എങ്ങനെയൊക്കെ പ്രവർത്തിക്കും നമുക്ക് വേണ്ടി എന്നുകൂടി നമ്മൾ പഠിച്ചു വെക്കണ്ടേ? അതേപോലെ പണത്തെ എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ഓർത്തു നോക്കിയേ, ഒരിക്കല് ഈ ഓൺലൈൻ ബാങ്കിംഗ് ഒക്കെ വന്ന സമയത്ത് പലർക്കും പേടിയായിരുന്നു. എന്നാൽ ഇപ്പോഴോ മിക്കവാറും എല്ലാവരും ഓൺലൈൻ ബാങ്കിങ്ങിൽ തന്നെയല്ലേ കാര്യങ്ങൾ നടത്തുന്നത്. ഈവൻ UPI വന്നപ്പോ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും പേടിയായിരുന്നു. അയ്യോ, ഞാൻ UPI ചെയ്യില്ല, ഞാൻ ഫോൺ പേ ഡൗൺലോഡ് ചെയ്യില്ല, എനിക്ക് പേ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഗൂഗിൾ പേ പറ്റില്ല. എന്നാൽ ഇപ്പോഴോ ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ പേയോ ഫോൺ പേ ഒക്കെ അല്ലേ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഈ ഫിനാൻസും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ നമ്മൾ ജനിക്കുമ്പോഴേ പഠിച്ചു വെച്ചോണ്ട് വരേണ്ട കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോ വർക്കിംഗ് ആണെങ്കിലും നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിലും എന്നതാണെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലേക്ക് മൊത്തത്തിൽ വരുന്ന പണം, വരുമാനമായി വരുന്നത് നിങ്ങളുടെ കൂടി പണമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കരുത്, അതിനെ മനസ്സിലാക്കാൻ മടിക്കരുത്, അതിനെ എങ്ങനെ വളർത്താം എന്നുള്ളത് പഠിക്കാനും നിങ്ങൾ മടിക്കരുത്. പണം മാത്രമല്ല സമ്പത്ത്, പണത്തെക്കുറിച്ചുള്ള അറിവും നമുക്ക് സമ്പത്ത് തന്നെയാണ്. ഈ അറിവൊക്കെ നിങ്ങളെ നല്ലൊരു ഇൻവെസ്റ്റർ ആക്കുവോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം വളർത്തിയെടുത്തോണ്ട് വരുവോ, അതൊക്കെ ഇത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷെ എന്നെ വിശ്വസിക്ക്, തീർച്ചയായും പണത്തെക്കുറിച്ചുള്ള അറിവുകള് നിങ്ങളെ കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഒരു സ്ത്രീയാക്കി മാറ്റിയിരിക്കും, ഉറപ്പാ. അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ഫ്രീഡം. ഫിനാൻസിനെ കുറിച്ചും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഞാൻ സൂര്യ, ഇതാണ് ദ സൂര്യ സൈഡ്.